ഹായ് ഇസ്മി ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ വിളിക്കാൻ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പർ ലൈഫ് ആസ് ടു ഹോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ T20 ഹിസ്റ്ററി. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള T20 മത്സരങ്ങളുടെ ചരിത്രം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള T20 മത്സരങ്ങളുടെ പരമ്പര, 3 മത്സരങ്ങളുടെ പരമ്പര ആരംഭിക്കുകയാണ്. ആദ്യത്തെ മത്സരം 11-ന് മൊഹാലിയിലും, രണ്ടാമത്തെ മത്സരം 14-ന് ഇൻഡോറിലും, മൂന്നാമത്തെ മത്സരം 17-ന് ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലും നടക്കും. അപ്പോൾ 3 മത്സരങ്ങളുടെ പരമ്പരയിലാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടുക. ഇന്ത്യൻ ടീമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടീമിൽ തിരിച്ചെത്തുന്നുവെന്നാണ്. രോഹിത് ശർമ്മയാണ് ക്യാപ്റ്റൻ. അതാണ് ഇന്ത്യൻ ടീമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വിശ്രമത്തിന് ശേഷം 2 താരങ്ങളും തിരിച്ച് T20 മത്സരങ്ങളിലേക്ക് തിരികെ എത്തുന്നു എന്നത് ഇന്ത്യൻ ടീമിനൊരു പുത്തൻ ഉണർവ് നൽകുന്നു. അതോടൊപ്പം ഇന്ത്യയുടെ അവസാന പരമ്പരയാണ്, അതായത് 2020 ലോകകപ്പിന് മുന്നോടിയായിട്ടുള്ള അവസാന പരമ്പര, 2020 ലോകകപ്പിന് മുമ്പുള്ള അവസാന പരമ്പരയാണ് ഇത്. അതുകൊണ്ടും ഈ ഒരു പരമ്പര എന്ന് പറയുന്നത് ഇന്ത്യക്കൊരു നിർണായകമാണ്. തങ്ങളുടെ കരുത്ത് തെളിയിക്കുവാനായിട്ടുള്ളൊരു അവസരമാണ് ഈ പരമ്പര എന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ചരിത്രം നോക്കുമ്പോൾ ആദ്യമായിട്ട് ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്നത് 2010-ലാണ്. 2010 അന്ന് ഇന്ത്യ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തി. അങ്ങനെ ഇവർ തമ്മിൽ കളിച്ചിട്ടുള്ളത് 5 മത്സരങ്ങളാണ്. T20-യിൽ 5 മത്സരങ്ങളിൽ 4 ഇന്ത്യ വിജയിച്ചു, 1 ഫലമില്ലാതെ, റിസൾട്ട് ഇല്ലാതെ ഒന്ന് അവസാനിക്കുകയായിരുന്നു. അങ്ങനെ മൊത്തം 5 മത്സരങ്ങളുടെ പരമ്പരയിൽ 4 മത്സരത്തിലും ഇന്ത്യ വിജയിക്കുകയായിരുന്നു. അപ്പോൾ 11-ന് മൊഹാലിയിൽ ആദ്യ 2020 മത്സരം നടക്കുന്നു. അപ്പോൾ ഇന്ത്യ തങ്ങളുടെ കരുത്ത് വീണ്ടും തെളിയിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.